പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ എത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്ന് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തും. 5 ലക്ഷത്തോളം ആളുകൾ റോഡ് ഷോയുടെ ഭാഗമാകും. നാളെയാണ് പ്രധാനമന്ത്രിയുടെ പത്രിക സമർപ്പണം. വിവരങ്ങളുമായി വാരണാസിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്തൊക്കെയാണ് വിവരങ്ങൾ? റോഡ് ഷോ ആരംഭിക്കാറായോ? ദൃശ്യ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലേക്ക് എത്തിച്ചേരും. ഞാൻ ഈ നിൽക്കുന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്ക് മുന്നിൽ മദൻ മോഹൻ മാളവ്യയുടെ പടുകൂറ്റൻ സ്തൂപമുണ്ട്. അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുക. 5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് മുൻപ് തന്നെ ധാരാളം വാരണാസി നിവാസികൾ ശംഖും അതല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കൃതിയെ വിളിച്ചോതുന്ന ഉപകരണങ്ങളുമൊക്കെയായി ഈ മദൻ മോഹൻ മാളവ്യയുടെ സ്തൂപത്തിനടുത്തേക്ക് എത്തുകയാണ്. आपका नाम? मेरा नाम विकास बाल महाराज है। मैं अनुराधाचार्य जी का शिष्य हूँ, यशस्वी प्रधानमंत्री का संसदीय क्षेत्र। आज प्रधानमंत्री यहाँ आकर आज उनकी जीत तय हो जाएगी। आज से यहाँ के भारतीय जनता पार्टी की भरपूर वोट मिलेगी। अब फिर से प्रधानमंत्री मुख्यमंत्री बनेंगे और आदित्य योगी नाथ जी जिस तरह से जनता का गरीबों को सुने थे उसी तरह से जनता उनको तहे दिल हृदय से स्वागत करती है। वाराणसी कस्से गंगा घाटम की प्रसिद्ध नगरी, ये वाराणसी वरुणा नदी किनारे बसी है और मैं शंखनाद करके उनका स्वागत करता हूँ। बहुत धन्यवाद भाई साहब। ഇതാണ് ഇത്തരത്തിൽ വലിയ ആവേശത്തോടു കൂടിയാണ് വാരണാസി നിവാസികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ പോകുന്നത്. ഭാരതത്തിന്റെ സംസ്കാരവും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിന്റെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളുമൊക്കെ റോഡിന്റെ ഇരുവശങ്ങളിലും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നാളെയാണ് ഈ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അടുത്ത മാസം 1-ാം തീയതിയാണ് 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായി കാശി അടങ്ങുന്ന പൂർവാഞ്ചൽ ബെൽറ്റിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടാകും. നാളെ പത്രികാ സമർപ്പണം ഒരു വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് BJP. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. നാളെയാണ് പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം.